അക്രമവും അസഹിഷ്ണുതയും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. കുടുംബങ്ങളിലും സമൂഹങ്ങളിലും രാജ്യങ്ങൾ തമ്മിലും സംഘർഷങ്ങൾ നിലനിൽക്കുന്നു. ഗാർഹിക പീഡനങ്ങൾ, രാഷ്ട്രീയപരമായ വിഭാഗീയതകൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളും ദാരിദ്ര്യവും, ലൈംഗിക അതിക്രമങ്ങൾ, ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകൾ, ഒറ്റപ്പെടൽ, വിദ്വേഷമുളവാക്കുന്ന വാക്കുകൾ തുടങ്ങിയവയെല്ലാം അസഹിഷ്ണുതയ്ക്കും അക്രമത്തിനുമൊക്കെ കാരണമാകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ സമാധാനം ലഭ്യമാക്കാമെന്ന ചിന്ത ആധുനിക സമൂഹത്തിൽ വളരെ പ്രസക്തമാണ്. നിലവിൽപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, പ്രതികാര ചിന്ത ഒഴിവാക്കുക. പ്രതികാര ചിന്ത ഒഴിവാക്കുക. 1 ശമൂവേൽ 24 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ശത്രുവായിരുന്ന ശൗലിനോട് പ്രതികാരം ചെയ്യുവാൻ അവസരം ലഭിച്ചിട്ടും അത് ചെയ്യാതെ സംയമനവും ശാന്തതയും നിലനിർത്തുന്ന ദാവീദിനെ നാം കാണുന്നു. ശൗൽ രാജാവ് ദാവീദിനോടുള്ള അസൂയ മൂലം അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. ദാവീദിന്റെ നിപുണതയും ജനപിന്തുണയുമാണ് ശൗൽ ദാവീദിനെ ദേഷിക്കുവാനുണ്ടായിരുന്ന കാരണം. നിസാരമെന്ന് തോന്നാവുന്ന അസൂയ എത്രമാത്രം അസഹിഷ്ണുതയ്ക്കും അക്രമത്തിനും കാരണമാകുന്നു എന്ന് ഇവിടെ വ്യക്തമാകുന്നു. ദാവീദ് ശൗൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഓടിപ്പോയി പലയിടങ്ങളിലായി ഒളിച്ച് പാർക്കുന്നു. ദാവീദിന്റെ പിതൃഭവനവും സഹോദരന്മാരും മറ്റ് ദാവീദിനെ പിന്തുണയ്ക്കുന്നവരും ദാവീദിനോടൊപ്പം ചേരുന്നു. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ സൈന്യത്തെ അയക്കുന്നു. എന്നാൽ ദൈവം ദാവീദിനെ അത്ഭുതകരമായി രക്ഷിക്കുന്നു. ഒരിക്കൽ 3000 സമർത്ഥരായ യോദ്ധാക്കളെ കൂട്ടി ദാവീദിനെ തിരയുവാൻ ശൗൽ കാട്ടാടിൻ പാറകളിൽ ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയിൽ ശൗൽ വിശ്രമിക്കുന്നു. ഗുഹയ്ക്കുള്ളിൽ പാർത്തിരുന്ന ദാവീദിന്റെ കൂട്ടാളികൾ ശൗലിനെ കൊല്ലുവാൻ ദാവീദിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ദൈവം അഭിഷേകം ചെയ്ത രാജാവിനെ കൊല്ലുവാൻ മനസ്സ് വരാതെ ദാവീദ് ശൗൽ രാജാവിൻ്റെ മേലങ്കിയുടെ അഗ്രം മുറിച്ചെടുക്കുന്നു. ശൗലിനെ കൊല്ലാതെ വിടുന്നു. തുടർന്ന് ശൗലിൻ്റെ മുമ്പിൽ ദാവീദ് പ്രത്യക്ഷപ്പെടുകയും ഈ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. ദാവീദിന് മനസ്താപമുണ്ടായി അദ്ദേഹം തിരിച്ചു പോകുന്നു. ശത്രുവിനോട് പ്രതികാരം ചെയ്യുവാൻ അവസരം ലഭിച്ചിട്ടും അത് ചെയ്യാതെ സമാധാന വാഞ്ചയോടുകൂടി പ്രവർത്തിക്കുന്ന ദാവീദിനെയാണ് ഇവിടെ നാം കാണുന്നത്. നമ്മുടെ ജീവിതങ്ങളിലും മറ്റൊരാളുള്ള ദേഷ്യവും വെറുപ്പും പ്രതികാര ചിന്തയിലേക്ക് നമ്മെ നയിച്ചേക്കാം. എന്നാൽ ദാവീദിനെ പോലെ സ്വയനിയന്ത്രണവും ആത്മസംയമനവും അക്രമ പശ്ചാത്തലത്തിൽ സമാധാനം സ്ഥാപിക്കുവാനുള്ള ഒന്നാമത്തെ പടിയാണ്. ശത്രുവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും അവർക്കും ആദരവും ബഹുമാനവും നൽകാതിരിക്കുന്നത് ദൈവനിഷേധമാണെന്നും ദാവീദ് ചിന്തിച്ചു. കൂടാതെ പ്രതികാര ചിന്തയേക്കാൾ ദൈവനീതിക്കാണ് ദാവീദ് പ്രാധാന്യം നൽകിയത്. ദാവീദിൻ്റെ ധീരമായ പ്രവൃത്തി ശൗലിൻ്റെ മനോഭാവത്തിന് മാറ്റമുണ്ടാക്കാനും സമാധാനം സ്ഥാപിക്കപ്പെടാനും ഇടയായി. ദൈവം ദാവീദിനെ അനുഗ്രഹിക്കുകയും പിന്നീട് ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി തീരുകയും ചെയ്യുന്നു. ഇപ്രകാരം അസഹിഷ്ണുതയുടെ അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതികാര ചിന്തകൾ പൂർണ്ണമായി ഒഴിവാക്കി ദൈവനീതിക്കും പ്രവർത്തനത്തിനും ഇടം കൊടുത്ത് ആത്മസംയമനം പാലിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ചിന്ത, ദൈവിക പ്രവർത്തനത്തിന് ഇടം കൊടുക്കുക. ദൈവിക പ്രവർത്തനത്തിന് ഇടം കൊടുക്കുക. റോമർ 12 അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അക്രമ പശ്ചാത്തലത്തിൽ എങ്ങനെ പെരുമാറുകയും പ്രതികരിക്കുകയും വേണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. പൗലോസിൻ്റെ കാലഘട്ടത്തിൽ റോമാ ഭരണാധികാരികൾ ക്രിസ്തീയ വിശ്വാസത്തിനും പ്രവർത്തനങ്ങൾക്കും എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസികൾക്ക് പല ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും നേരിടേണ്ടി വന്നു. ഇത്തരം ഒരു അന്തരീക്ഷത്തിലാണ് ക്രിസ്ത്യാനികളോട് വളരെ വിചിത്രമായ ചില നിർദ്ദേശങ്ങൾ പൗലോസ് നൽകുന്നത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. കഴിയുന്നതും സകല മനുഷ്യരോടും സമാധാനമായിരിക്കുക. പ്രതികാരം ചെയ്യാതെ ദൈവിക പ്രവർത്തനത്തിന് ഇടം കൊടുക്കുക. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പൗലോസ് അനീതിയെ പിന്തുണയ്ക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. അനീതിയെ നന്മയാൽ പരാജയപ്പെടുത്തുന്ന ക്രിസ്തീയ മൂല്യങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പ്രതികാരം സ്വയം ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന് സ്ഥാനമില്ലാതാകുന്നു. നന്മയെയും ശാന്തതയെയും സമാധാനത്തെയും മുറുകെ പിടിക്കുകയും ദൈവിക പ്രവർത്തനത്തിനായി വിട്ടുകിടക്കുകയും വേണം. അന്തിമ വിജയം എല്ലായ്പ്പോഴും നന്മയ്ക്കായിരിക്കും. മൂന്നാമത്തെ ചിന്ത, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മത്തായി 5 അധ്യായം 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ അക്രമത്തിൻ്റെ അസഹിഷ്ണുതയുടെ പശ്ചാത്തലത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് പർവ്വത പ്രസംഗങ്ങളിലൂടെ യേശു പഠിപ്പിക്കുന്നു. യഹൂദന്മാരുടെ ന്യായപ്രമാണം പഠിപ്പിച്ചത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ് എന്നൊക്കെയായിരുന്നു. അതായത്
തിന്മ ചെയ്യുന്നവർക്ക് നൽകേണ്ട ശിക്ഷ പകരത്തിന് പകരം എന്നായിരുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളും ലേവ്യ 24-ാം അധ്യായം 20-ാം വാക്യത്തിലും ഈ ആശയങ്ങൾ നമുക്ക് കാണാം. കുറ്റമറ്റ നീതി സ്ഥാപിക്കുവാനുള്ള സംവിധാനങ്ങളായിരുന്നു ഇവ. എന്നാൽ യേശു പഠിപ്പിച്ചത് ദൈവരാജ്യ നിയമങ്ങളാണ്. യേശു പറഞ്ഞു, ദുഷ്ടനെ എതിർക്കരുത്. നിന്നെ വലത്തെ ചീട്ടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഇതിനർത്ഥം തെറ്റായ മാർഗങ്ങളിലൂടെ നമുക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നവരോട് വഴക്കിടാതെ വിട്ടുകൊടുക്കൽ മനോഭാവം പുലർത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് യേശു പഠിപ്പിച്ചു. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ അവരോടുള്ള നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരികയും പ്രതികാര ചിന്ത ഇല്ലാതാകുകയും ചെയ്യുന്നു. ദൈവം വിഭാവനം ചെയ്യുന്ന സൽഗുണ സമ്പൂർണ്ണതയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ക്ഷമയും സഹനവും ഇതിനാവശ്യമാണ്. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ സ്വന്തം ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും വെളിപ്പെടുത്തി നമുക്ക് മാതൃകയായി തീർന്നു. ഇപ്രകാരം ദൈവരാജ്യ നിയമങ്ങളും മൂല്യങ്ങളും പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ക്രിസ്തീയ വിശ്വാസികൾക്ക് കഴിയണം. സമാധാനം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അക്രമവും അസഹിഷ്ണുതയും ആരും ഇഷ്ടപ്പെടുന്നതുമില്ല. എന്നാൽ അക്രമ പശ്ചാത്തലത്തിൽ സമാധാനം എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇത് യാഥാർത്ഥ്യമാക്കുവാൻ ദൈവരാജ്യ നിയമങ്ങളും മൂല്യങ്ങളും നാം അഭ്യസിക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം. ദാവീദിനെ പോലെ ആത്മസംയമനവും ക്ഷമയും പരിശീലിക്കുകയും പ്രതികാര ചിന്ത ഒഴിവാക്കുകയും വേണം. ദൈവനീതി നടപ്പിലാക്കുന്നതിനായി ദൈവിക പ്രവർത്തനത്തിന് ഇടം കൊടുക്കുകയും നന്മയെ മുറുകെ പിടിക്കുകയും വേണം. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ അവരോടുള്ള മനോഭാവത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് സൽഗുണ സമ്പൂർണ്ണരാകുവാൻ ശ്രമിക്കണം. ഇങ്ങനെ ദൈവരാജ്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സമാധാനം കാത്തുസൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.